ഇനി ജീവിതത്തിൽ ഒരാഗ്രഹമുണ്ടല്ലോ. എൻ്റെ കാഴ്ചപ്പാടിൽ ഗോപാലൻ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ സ്ഥലത്തും എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നുള്ളൂ. പാവങ്ങളെ സഹായിച്ചും എല്ലാ പ്രവർത്തിയും ചെയ്ത് നമ്മൾ ഓടുന്നുള്ളൂ. പറഞ്ഞ പോലെ ഇനി എനിക്ക് വേണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്കെന്ത് ഈ പാവപ്പെട്ട ആൾക്കാരാ. ഇപ്പൊ ഞാൻ 120 പേരെ പിന്നെ വിവാഹം ഇപ്പം ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ വിവാഹം ചെയ്തിട്ടുണ്ടല്ലോ. വിവാഹത്തില്ല, ദിവസം അവരെ എൻ്റെ മെഡിക്കൽ കോളേജിൽ 120 പേരോളം ഇപ്പം ഒരു പ്രത്യേക ആളുണ്ടാക്കി അവര് നമ്മൾ ജീവിപ്പിക്കണം. അവർക്ക് മരുന്ന് കാര്യങ്ങൾ ഡോക്ടർ എല്ലാം കൊടുത്ത് അവർ കഞ്ഞി ഭക്ഷണം എല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവർ ജോളിയായിട്ട് ഇരിക്കുകയാണ്. അത് 120 എന്നുള്ളത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവന്ന് ഈ ആര് മക്കളെ നോക്കാത്ത അമ്മമാരുണ്ടല്ലോ അവരെല്ലാം കൊണ്ടുവന്നിട്ട് അവരൊക്കെ ഏറ്റവും സുഭിക്ഷമായ ഒരു ജീവിതം, അവർക്ക് ആ മക്കളില്ല നോക്കാതെ ഒരു വേദന ഇല്ലാതെ അവർക്കൊന്ന് കൊണ്ടുപോയിട്ട് അവരൊക്കെ സ്നേഹം സമ്പാദിക്കാൻ എനിക്ക് വലിയ ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. അതാ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്, നെല്ലടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. അതോ ഈ ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ ആഗ്രഹം പറയുന്നത് വളരെ ചുരുക്കമുള്ളൂ. മറ്റെല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹങ്ങളെ പറയാറുള്ളൂ. നമ്മൾ കാര്യം ചെയ്തില്ല. നമ്മൾ മീനെ പിടിക്കാൻ പോയാൽ എല്ലാം ഒരു മീനെ പിടിക്കുമ്പോൾ പല മീനുകളും കിട്ടും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരു മീനെ പിടിക്കാൻ പോയാൽ 5-6 മീൻ വേറെ കിട്ടും. അത് നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ്, അത് ആ രീതി കിട്ടുന്നുണ്ട്. ഇനി കുറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എൻ്റെ ഇനി പോണമെന്ന് തോന്നുന്ന രാജ്യം ഏതായിരിക്കും? പോണമെന്നുള്ള റോമിൽ പോയിട്ടില്ല ഇതുവരെ. റോം പോകണമെന്നുണ്ട്. കാരണം മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ മെക്കെ പോകാൻ ആഗ്രഹമാണ്, പക്ഷേ വിടും. കാരണം അവിടെ വിടൂല്ലല്ലോ, അവിടെ 30 കിലോമീറ്റർ ഇപ്പുറത്ത് മാറ്റി നിർത്തുമല്ലോ. അപ്പൊ എങ്ങനെയുള്ള എല്ലാം പിന്നെ ഇതിൻ്റെ മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അടുത്തെല്ലാം പോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ കാശി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ മെക്കയല്ല, മെക്ക അതിപ്പോൾ സാധിക്കാത്ത അടുത്ത് ഉണ്ട്. പിന്നെ റോം പോകണമെന്നുണ്ട്. എല്ലാം ഉണ്ട്. അതെല്ലാം സാധിക്കുന്ന കാര്യം തോന്നും. മെക്കയെ പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്തെങ്കിലും പോകാനും. പിന്നെ അതിപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും. ഏറ്റവും അതായത് എനിക്കൊരു മതം എന്ന് ഒരു ആരോട് എല്ലാ മതസ്ഥരോടും നമുക്ക് എൻ്റെ പിന്നെ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്ലാസ് എല്ലാവർക്കും അതിൻ്റെ ജാതി അവർക്കുണ്ട്, മതം അവർക്കുണ്ട്, എല്ലാ കാര്യവും ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷേ അത് ഒരു 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 ചെറിയ ഇതാണത്, ഒരു സമൂഹത്തിൻ്റെ ഒരു അച്ചടക്കമായ ഒരു നിലപാട്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ക്ലാസ് 40 കുട്ടികളുണ്ട്, ഒരു 50 കുട്ടികളുണ്ട്. അതിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അവൻ്റെ മകൻ ആ ക്ലാസ്സിലുണ്ടായിരിക്കും. അപ്പൊ ആ മകനോട് പ്രത്യേകം താല്പര്യം പിടിച്ച് അവന് മാത്രം പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛൻ മാഷായി. ആ മാഷ നമ്മളെ സമൂഹത്തിലെ നല്ല അധ്യാപകനായിട്ട് കാണില്ല. മനസ്സിലായി? അതുപോലെ ഏതൊരുത്തൻ അവന്റെ സ്വന്തം ജാതിക്കോ സ്വന്തം മതത്തിനോ സ്വന്തം ആൾക്കാർക്ക് മാത്രം ചെയ്യുന്ന ഒരാളെയാണെങ്കിൽ അവൻ ഒരിക്കലും സമൂഹം അംഗീകരിക്കില്ല. ദേഷ്യപ്പെടുമ്പോൾ അനീതി കാണുമ്പോൾ ദേഷ്യപ്പെടും. അങ്ങനെ പൊട്ടിത്തെറിച്ചത് എന്നായിരിക്കും? പൊട്ടിത്തെറിക്കലൊന്നുമില്ല. കാരണം പൊട്ടിത്തെറിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. മനസ്സിലായില്ലേ? പൊട്ടിത്തെറിക്കാറില്ല. അത് നമ്മളെ ചില സ്വന്തമായിട്ട് കാര്യം. ഇപ്പോൾ കുട്ടികൾ തെറ്റെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ജോലിക്കാർ തെറ്റുമ്പോൾ അവരെ അഭിനയിക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ പൊട്ടിത്തെറിച്ചാൽ എൻ്റെ ആരോഗ്യം നട്ടു. ഞാനത് അഭിനയിക്കണം. അവനോട് നിന്ന് എന്തെങ്കിലും എന്റെടാ ഇതെന്നു പറഞ്ഞ് അഭിനയിക്കണം. അത് കവിതകാരൻ അത് അങ്ങനെ ചെയ്യാറുള്ളേ. ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും കൈവച്ച ഒരു വ്യക്തി തന്നെയാണ്. എല്ലാ മേഖലയൊന്നുമില്ല, ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കൈവച്ചപ്പോൾ ഫ്ലവേഴ്സിലുണ്ട്, 24-ലുമുണ്ട്. ഈ ചാനലൊക്കെ എങ്ങനെ പോകുന്നു? ചാനൽ നന്നായിട്ട് പോകും. അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരടുത്ത് വിട്ടുകൊടുക്കണം. ഞാൻ ഒരു പൈസ ഉണ്ടെന്നല്ലാതെ എനിക്ക് വല്ല കാര്യം ചെയ്യാൻ പറ്റില്ല. ഇല്ല. നിങ്ങളൊരു ബസ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഡ്രൈവറും കണ്ടക്ടറും നിങ്ങൾക്ക് ആവാൻ പറ്റില്ല. അപ്പൊ ബസ് നിങ്ങളാണെന്ന് പറയാം. പക്ഷെ ഡ്രൈവറും കണ്ടക്ടറും വേറെ വെക്കണം. അത് ഡ്രൈവറും കണ്ടക്ടറും നടത്തുന്നതാണ് ബസ്. അതുപോലെ ചാനൽ വരുമ്പോൾ അതിനെ പറ്റിയ ആൾക്കാരെ വെച്ച് നടത്തിയിരുന്നു. വലിയ ഊഹാഭോഹങ്ങൾ ഗോപാലചേട്ടന്റെ പേരിൽ ഊഹാഭോഹങ്ങൾ ഒത്തിരി ചർച്ച വരുന്നത്, പല കാര്യങ്ങളും ഗോപാലചേട്ടനെ കുറിച്ച് ചർച്ച വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ എനിക്കൊന്ന് ചോദിക്കണമെന്നുണ്ട്. റിപ്പോർട്ടർ TV-യിൽ ഗോപാലചേട്ടന്റെ ഫണ്ട് ഉണ്ടെന്നാ പറയുന്നത്. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. എൻ്റെ സ്നേഹിതനാണ്. പക്ഷെ ഞങ്ങളായിട്ടുള്ള റിപ്പോർട്ടർ TV, കാരണം ഞാനിവിടെ 24-ല് പിന്നെ ഈ ഫ്ലവേഴ്സിൽ ഞാൻ ചെയർമാനാണ്. അപ്പൊ ഞാൻ വേറൊരു TV അവിടെ പോയിട്ട് ചാനലായിട്ട് മത്സരിക്കാൻ പാടില്ല. ഞാൻ പാടില്ല എന്നല്ല, ഒരു പക്ഷെ ചെയ്യായിരിക്കും. 2-3 TV ഉള്ളല്ലോ. പക്ഷെ ഞാൻ അത് ചെയ്തില്ല.
കാരണം ഇവര് കോൺഫിഡൻ്റ് ആയിരിക്കണമല്ലോ. ഞങ്ങൾ ഇതിലെല്ലാം ഒരാളാണ്, അത് ഞങ്ങളെ ചെയർമാനാണെന്നുള്ള തോന്നണം. ആർക്ക്? ഫ്ലവേഴ്സിൻ്റെ ആൾക്കാർക്ക് ആ. ഞങ്ങളെ ചെയർമാനാണ് ഗോകുലം ഗോപാൽ എന്ന് തോന്നും. പല ആളുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ സ്നേഹം ഉണ്ടാവില്ല. ശരിയാണ്. അപ്പൊ മനസ്സിലായി? അങ്ങനെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ട് എല്ലാവരും. അതില്ല, സത്യമില്ലാത്ത കാര്യം. സത്യമില്ല. ഇല്ല, ഞാൻ അതിൽ ചേരുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അത് നല്ലതല്ല. ഞാനൊരു ഫ്ലവേഴ്സിന്റെ ചെയർമാനായിട്ടിരിക്കുമ്പോൾ അത് വേണ്ടാന്ന് അത് വേണ്ടാന്ന് വെച്ചു.